കോളേജിൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഇങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റിയ കോട്ട്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറേ ബുക്സിനെ പറ്റി. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും എഴുതി വെക്കാം. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആരെങ്കിലും നമ്മളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മളൊരു ബോക്സിലിടുകയാണെങ്കിൽ അത് ഷ്രെഡ് ചെയ്തിട്ട് വരും. സോ അത് ബേൺ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കോളേജിൽ ഇത് ആക്ച്വലി ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സൈഡിലുള്ള ആ ഒരു ഏരിയ, അവിടെ അവരത് സെറ്റ് ചെയ്ത് രാത്രി ആ ഒരു ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് ഒരു പ്രത്യേക ഭംഗി, ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര വൈബാണ് രാത്രി. അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് ആക്ച്വലി അത് നന്നായി. കാരണം ആൾക്കാർക്ക് ആ ഒരു നടുക്കത്തെ ആ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാനും പറ്റി, കാണാനും പറ്റി. പിന്നെ ഒരു ഫോറസ്റ്റ് പോലെയൊക്കെ അവരിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും കോളേജ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ജന്തളാർ ചെയ്യുന്നത് റെനോവേഷനാണ്. അപ്പോൾ റെനോവേഷനും ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവർ ഓരോരോ ഏരിയ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഭയങ്കര നല്ല ഭംഗിയാണ്. രാത്രി നടക്കാൻ ഇറങ്ങാനൊക്കെ ഭയങ്കര അടിപൊളി വൈബാണ്. പിന്നെ 24/7 യൂണിവേഴ്സിറ്റി ഓപ്പൺ ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേർ താമസിക്കുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് കുറേ പേരിങ്ങനെ വന്ന് പാടും. മ്യൂസിക് സൊസൈറ്റി ഉണ്ട്. അവിടെ കയറുന്നുണ്ടെങ്കിൽ ലൈക്ക് മ്യൂസിക് സൊസൈറ്റിയിൽ നമ്മൾ പാടാനുണ്ടെങ്കിൽ നമുക്കൊരു സെലക്ഷനൊക്കെ ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ പാട്ടിൽ നടക്കാൻ നേരത്ത് നമുക്ക് പോയി അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ബാച്ച് ഓഫ് സിംഗേഴ്സ് ഉണ്ട്, നമുക്കും ചാൻസ് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഈ ഫങ്ഷൻസൊക്കെ വരാൻ നേരത്ത് ലൈക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പിള്ളേർക്ക് ആ ഒരു സ്പേസ് ഇവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മൾ കൺഫൈൻഡ് ആണ് ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ, അങ്ങനെ തോന്നില്ല.